ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺക്ലേവിന് തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ സംസ്ഥാനം. സമഗ്ര നഗരനയം രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അർബൻ കോൺക്ലേവ്. എന്താണ് നഗരനയം? അതായത് നമ്മളൊരു അധികം കാലമില്ല, അതിനപ്പുറം നമ്മുടെ കേരളം ഒരൊറ്റ നഗരമായി മാറും. അങ്ങനെ ഒരു കുതിപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ദേശീയപാത കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒരൊറ്റ നൂലിനാൽ കോർക്കപ്പെടുകയാണ്. ഒരു നഗരമായി അങ്ങനെ മാറുകയാണ്. അപ്പോൾ അതിനൊരു നയം വേണം, ഒരു ചട്ടക്കൂട് വേണം. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്, ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അർബൻ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് കൊച്ചിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒരുപാട് ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യും. ഒരു എക്സിബിഷനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ആശയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വിശദാംശങ്ങളുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഇപ്പോൾ എന്നോടൊപ്പം ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നോക്കാം എങ്ങനെയാണ് ആ കോൺക്ലേവ് മുന്നോട്ട് പോകുന്നതെന്ന്. ഉമേഷ്, ഈ അർബൻ കോൺക്ലേവ് നമ്മുടെ നാട് ഒരൊറ്റ നഗരമായി ഒരു നൂലിനിങ്ങനെ കോർക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത പ്രത്യേകതയാണ് കേരളത്തിനുള്ളത്. കുഗ്രാമങ്ങളൊന്നും ഇല്ലാതാവുകയാണ് നമ്മുടെ നാട്ടിൽ. പകരം എല്ലാ സൗകര്യങ്ങളുമുള്ള മുഖ്യധാരയിൽ നിൽക്കുന്ന ഇടങ്ങളായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. അപ്പോൾ അതിനൊരു നയം വേണം, ഒരു ചട്ടക്കൂട് വേണം, ഒരു ആശയ ചിന്താഗതി വേണം. അതാണ് ഈ കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നത്. എപ്പോഴാണ് കോൺക്ലേവിൻ്റെ ഉദ്ഘാടനം? മറ്റ് സമഗ്രമായ വിവരങ്ങൾ എന്താണ്? മനു, രാജ്യത്താദ്യമായ ഒരു സംസ്ഥാനം നഗരനയം രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ സമഗ്ര നഗരനയം രൂപീകരിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ പഠനം നടത്തിയ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിലെ ശുപാർശകൾ അത് അന്തിമമാക്കുന്നതിന് വേണ്ടിയാണ് ഈ അർബൻ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെൻറ്ററിലാണ് 2 ദിവസങ്ങളായി, ഇന്നും നാളെയുമായി ഈ അർബൻ കോൺക്ലേവ് നടക്കുക. രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ അർബൻ കോൺക്ലേവിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മന്ത്രി MP രാജേഷ് തന്നെയായിരിക്കും ഇതിനെ ചുക്കാൻ പിടിക്കുക. അദ്ദേഹം ഈ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനാണ്. ഒപ്പം 3 വിദേശ മന്ത്രിമാർ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മന്ത്രിമാർ, മറ്റ് സംസ്ഥാനങ്ങളിലെ മേയർമാർ, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മേയർമാർ അടക്കം ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നഗരനയം രൂപീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നഗരനയത്തിൻ്റെ ഭാഗമായി ഉയരുന്ന വെല്ലുവിളികൾ, ഒപ്പം അതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ, ഇതെങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതൊക്കെയാണ് ഈ കോൺക്ലേവിൽ പൊതുവിൽ ചർച്ചയാവുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആകർഷകമായ കാര്യം 3 വിദേശ മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറം ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം അതായിരിക്കും നടക്കുക. അതിനുശേഷം സംസ്ഥാനത്ത് തന്നെ കോർപ്പറേഷൻ മേയർമാരും മുനിസിപ്പാലിറ്റി അധ്യക്ഷന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു അസംബ്ലി, അതും ഇന്ന് തന്നെ നടക്കും. നാളെയും ഇതിൻ്റെ ഭാഗമായി മറ്റ് ചർച്ചകളൊക്കെ ഉണ്ടാകും. അങ്ങനെ 2 ദിവസങ്ങളായി 36 സെഷനുകളാണ് ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി നടക്കുക. ഏതാണ്ട് 1000-ഓളം പ്രതിനിധികൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. അന്തർദേശീയ പ്രതിനിധികൾ, ദേശീയ നയരൂപകർ, അക്കാദമിക് വിദഗ്ധർ, വ്യവസായ നേതാക്കൾ, NGOകൾ, യുവജനങ്ങൾ എന്നിവരുൾപ്പെടെയാണ് 1000-ഓളം പ്രതിനിധികൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുക. ഇത് 10 നയരൂപീകരണ സെഷനുകൾ, 5 പ്ലേനറി സെഷനുകൾ, 2 ഫോക്കസ് സെഷനുകൾ, 5 ഫയർ സൈഡ് ചാറ്റുകൾ, 11 റൗണ്ട് ടേബിൾ സെഷനുകൾ എന്നിവയൊക്കെയാണ് ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഭാഗമായി മനു സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മുതൽ പ്രത്യേക പ്രദർശനം മറൈൻ ഡ്രൈവിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് 15-ാം തീയതി വരെ തുടരുകയും ചെയ്യും. അങ്ങനെ ഈ നഗരനയം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സാധ്യതകളും ഈ കോൺക്ലേവിൽ ചർച്ചയാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ 2 ദിവസത്തെ ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടാറും ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവരെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ പങ്കെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ സമഗ്രമായി ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ഈ 2 ദിവസത്തെ കോൺക്ലേവിൽ. മനു, ശരി, ഓക്കെ, താങ്ക് യു ഉമേഷ്. നമ്മുടെ നാടിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ നഗരമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാവരും പരസ്പരമായി ബന്ധിക്കപ്പെടുന്ന, ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ളൊരു നഗരമായി നമ്മുടെ നാട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് കാസർഗോഡ് മുതൽ, അല്ലെങ്കിൽ അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെ ഒരൊറ്റ നഗരമാകുന്നതെന്ന് ഓർത്തു നോക്കൂ. ഒരൊറ്റ നൂലിനാൽ ഇങ്ങനെ കോർക്കപ്പെട്ട് കിടക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്ത് മറ്റെവിടെ കാണും അത്തരത്തിലൊരു പ്രത്യേകത? അതാണ് കേരളത്തിൻ്റെ ഒരു മാറ്റമെന്ന് പറയുന്നത്.